ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഐക്യുവിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ Z9S ആണ്. ഒരു ബ്ലാക്ക് ബോക്സ് ആണ് വരുന്നത്. മൊബൈലിൻ്റെ ഡിസൈനോ ലോഗോയോ ഒന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല. ജസ്റ്റ് ലോഗോ മാത്രമേ ഉള്ളൂ. ഫുൾ ബ്ലാക്ക് ബോക്സ് ആണ്. പിന്നെ അതിൻ്റെ കുറച്ച് ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ സ്പെക്കൊന്നും കവറിൽ കൊടുത്തിട്ടില്ല. ആകെ ജസ്റ്റ് അതിൻ്റെ റേറ്റും 8GB റാം 128GB. Z9 രണ്ട് വേരിയൻ്റ് ഉണ്ട്. അത് 12GB 256 ഉണ്ട്, 8GB 128 ഉണ്ട്. 8GB 256 വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നതെന്ന്. ഇവിടെ തന്നെ ഓപ്പൺ ചെയ്യാനുള്ളൊരു സ്ട്രിപ്പ് വരുന്നുണ്ട്. കീറുമ്പോൾ തന്നെ ഒരു കട്ടിങ് കിട്ടും. ഇവിടെ ഒരു സീലുണ്ട്, സീൽ കട്ട് ചെയ്യണം. വാവ്, ഇതാണ് പുതുതായിട്ട് നമ്മൾ അൺബോക്സ് ചെയ്ത. കൊള്ളാം, കിടിലൻ ഡിസൈനാണ്. കർവ് ഡിസ്പ്ലേ ഒക്കെ വരുന്നത്. നമുക്ക് വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അതിൻ്റെ ഒരു ബാഡ്ജ് എൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ വരുന്നൊരു ട്രാൻസ്പെറൻറ്റ് ബാക്ക് കവറാണ്. ചെറിയ തിക്നെസ് കുറഞ്ഞ് റബ്ബർ കേസിംഗ് ആണ്. പല മോഡലിൻ്റെയും കൂടെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ മാനുവൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ വരുന്നത് അഡാപ്റ്റർ വന്നിട്ട് ഫ്ലാഷ് ചാർജ് 44 വാട്ട്സ് ആണ് വരുന്നത്. 44 വാട്ട്സ്. അതിൻ്റെ സി ടൈപ്പ് കേബിള്, C to C അല്ല, നോർമൽ USB to C ആണ്. പിന്നെ വന്നിട്ട് അതിൻ്റെ ഒരു ഓപ്പണർ വരുന്നുണ്ട്. ഇത്ര ഐറ്റംസാണ് ബോക്സിനകത്തുള്ളത്. ഇതെല്ലാം അങ്ങനെ തന്നെ എടുത്തു വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണ്. പൊട്ടിച്ച് നോക്കാം. വാവ്, നല്ല പക്ക ഫിനിഷിംഗ് ആയിട്ടുള്ള സൂപ്പർ ഡിസൈനാണ്. കിഡിലും ഡിസൈനാണ്. കർവ് ഡിസ്പ്ലേ, നല്ല ലക്ഷറി ഫീൽ വരുന്ന ഒരു മൊബൈലാണ് കേട്ടോ. ലക്ഷറി ഫീൽ വരുന്ന മൊബൈലാണ്. ഇത് നമുക്ക് താഴെ വെക്കാൻ തന്നെ തോന്നുന്നില്ല. അപ്പോൾ കവർ എടുത്തിട്ട് കവറിൽ തന്നെ വയ്ക്കാം. താഴത്ത് വയ്ക്കാൻ തന്നെ മടിയാവുന്നു. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ കിഡിലും ഫോണാണ്. സ്ലിമ്മാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, സ്ലിമ്മാണ്. ഡിസൈൻ വാരക ഡിസൈനാണ് കേട്ടോ. അത്ര നല്ല ഗ്ലാമറായിട്ട് തോന്നുന്നു, പോഷ് ഫോണായിട്ട് തോന്നുന്നുണ്ട്. ഓപ്പോയുടെയൊക്കെ F27 പ്രോയുമായിട്ട് സാമ്യം തോന്നുന്ന ഒരു മോഡലാണ്. ക്യാമറയുടെ ആ ഏരിയയൊക്കെ വളരെ ഒരു സിംഗിൾ ഡ്യുവൽ ക്യാമറയാണ്. ഒരു മെയിൻ ക്യാമറ, ഒരു സപ്പോർട്ടിങ് ക്യാമറ വരുന്നുണ്ട്.
പിന്നെ ഇവിടെ ഒരു LED ലൈറ്റ് വരുന്നുണ്ട്, ഫ്ലാഷ്, ഒരു C ടൈപ്പ് പോർട്ട്, സിം ട്രേ ഇവിടെ തന്നെയാണ് വരുന്നത്, ഇവിടെ സ്പീക്കർ. അപ്പോൾ ഓൺ ചെയ്ത് നോക്കാം. IQ ഇത് 2 കളർ വേരിയൻറ്റിലാണ് വരുന്നത്. ഒന്ന് ഈ മാറ്റ് ബ്ലാക്കും പിന്നെ ഒരു സിൽവർ വൈറ്റ്, ഒരു ഗ്രീനിഷ് കളറുള്ള ഒരു സിൽവർ മോഡലും കൂടെ വരുന്നുണ്ട്. മാറ്റ് ബ്ലാക്കാണ് ഇതിൽ കൂടുതൽ അടിപൊളിയായിട്ട് തോന്നുന്നത്. വാവ്, വളരെ സ്മൂത്താണ്. എഡ്ജാണ് കേട്ടോ. എഡ്ജ് ഡിസ്പ്ലേ ആയതുകൊണ്ട് കാണാൻ ഭയങ്കര ഷോയാണ് ഇതിനകത്ത്. ടച്ചൊക്കെ ഭയങ്കര സ്മൂത്താണ്. ക്യാമറ എടുത്ത് കാണിച്ചു തരാം. ക്യാമറ ക്വാളിറ്റി അപാര ക്യാമറ ക്വാളിറ്റിയാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് അടിപൊളിയാണ് കേട്ടോ. ഫ്രണ്ടാണെങ്കിലും ക്യാമറ സൂപ്പറാണെന്ന് തന്നെ പറയാം. ക്യാമറയുടെ സെറ്റിങ്സ് പറയുകയാണെങ്കിൽ 64 MB ആണെന്ന് തോന്നുന്നു. അതിൻ്റെ പ്രോസസ്സർ വരുന്നത് ഡയമൻസിറ്റിയാണ്. ഡയമൻസിറ്റി പുതിയ ലേറ്റസ്റ്റ് മോഡലാണ് വരുന്നത്. IQൻ്റെ ഫോണുകൾ പൊതുവെ കംപ്ലയിൻസ് വളരെ കുറവായിട്ടുള്ള മോഡലുകളാണ് IQൻ്റെ ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളെല്ലാം. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. ആമസോണിൽ ഇതിൻ്റെ വില 22,000 രൂപയാണ്. നമുക്കിത് 128ൻ്റെ വില 20,000 ആണ്. 1,500 രൂപ കാർഡ് ഓഫർ ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടും. അപ്പോൾ 18,500 റുപ്പീസിന് കിട്ടും. നല്ല ഫോണാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെറ്റാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ഈസി ഹാൻഡ്ലിങ്. ഫൺ ടച്ച് OS 14 ഇതിൽ പുതിയ അപ്ഡേറ്റ് ഒക്കെ ഉണ്ടാവും. റാം 8GB ആണെങ്കിലും നമുക്ക് 60GB അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡ് വെർഷൻ 4 ആണ് കിടക്കുന്നത്. ഡയമൻസിറ്റി 7300, 2.5 GHz ആണ് പ്രോസസ്സർ വരുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.